ഹലോ ഗൈസ്, വെൽക്കം ടു ആർക്കേഷൻ ടൈം. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ 2023 ബെസ്റ്റ് സീരീസുകളെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. സീരീസും അനിമേറ്റഡും അനിമയും എല്ലാത്തിനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. സോ ഞാൻ കണ്ടതിൽ എനിക്ക് ബെസ്റ്റ് തോന്നിയതിനെ പറ്റിയാണ് ഞാൻ ഇവിടെ ലിസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ 2023 നിങ്ങളുടെ ഫേവറേറ്റ് സീരീസുകൾ ഏതൊക്കെയെന്നുള്ള കാര്യം താഴെ കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കാം. അപ്പോൾ നേരെ വീഡിയോ എടുക്കാം. ഇപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ലാസ്റ്റ് ഓഫ് us എന്ന സീരീസ്. സോ ഇതും ഈ ഒരു വർഷത്തെ ഒരു ഗംഭീര സീരീസായിരുന്നു. ഒരു ഗെയിം അഡാപ്റ്റേഷനിൽ വന്നതാണ്, പക്ഷേ ഗംഭീര സാധനമായിരുന്നു. സോ ഇതൊരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റ് സോംബി ബേസ്ഡ് ആയിട്ടുള്ള സീരീസ് ആയിരുന്നു, പക്ഷേ കൊള്ളായിരുന്നു. ഓക്കെ, സോ സോംബീസ് കുറവാണ്, പക്ഷേ ആ ഒരു ക്യാരക്ടർ ഡെവലപ്മെൻറ്റാണ് അവർ അധികവും ഈ സീരീസിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. 2 ക്യാരക്ടേഴ്സിന് കിട്ടില്ല ക്യാരക്ടർ ഡെവലപ്മെൻറ്റാണ്. സോ സീരീസിൻ്റെ ക്വാളിറ്റിയും ഗംഭീരമായിരുന്നു. സോ ഈ വർഷത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് സീരീസുകൾ ഇതൊന്നെന്ന് പറയേണ്ടി വരും. സോ കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക, ദ ലാസ്റ്റ് ഓഫ് us. പിന്നെ ഒന്ന് ലോക്കി സീസൺ 2. സോ ലോക്കി സീസൺ 2 ഈ ഒരു വർഷത്തെ ഒരു ഗംഭീര സീരീസിനെ പറയാൻ പറ്റും. നമ്മുടെ മാർവലിനെ തിരിച്ചു കൊണ്ടുവന്നതേ ലോക്കി സീസൺ 2 ആണ്. അത്രയ്ക്ക് ഗംഭീരമായി നമ്മുടെ ലോക്കി എന്ന ക്യാരക്ടറിന് ഒരു കിട്ടിലൻ ക്യാരക്ടർ ആർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ ഫൈനലായിട്ട് നമ്മുടെ ലോക്കി വന്ന് ഗോഡ് ഓഫ് സ്റ്റോറീസ് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. സോ ഒരു ഗംഭീര സീരീസ് ആയിരുന്നു. സോ വൺ ഓഫ് ദ ബെസ്റ്റ് മാർവൽ സീരീസിന് പറയേണ്ടി വരും. ആരെങ്കിലും ഇതുവരെയായിട്ട് കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക, ബെസ്റ്റ് സീരീസാണ്. പിന്നെ വന്ന് ജെൻവി എന്ന് പറഞ്ഞൊരു സീരീസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബോയ്സ് യൂണിവേഴ്സിൽ അടങ്ങുന്ന സീരീസാണ്. ഇതും സൂപ്പർ സീരീസായിരുന്നു. ലാസ്റ്റൊക്കെ വലിയൊരു ക്ലിഫ് ആംഗിളിലാണ് ചെയ്യുന്നത്. അടുത്ത ബോയ്സ് സീസണിന് വേണ്ടി ഒരു വലിയൊരു ലീഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു R-rated സീരീസാണ്. നല്ല വയലൻസും കുറച്ച് 18+ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് എന്നാലും ഒരു നല്ല സീരീസാണ്. എന്താ പറയുക, ബോയ്സ് സീരീസൊക്കെ ഇഷ്ടപ്പെട്ടവർക്ക് എന്തായാലും ഇതും ഇഷ്ടപ്പെടും. പിന്നെ ദ കോണ്ടിനെൻ്റൽ എന്നൊരു സീരീസ് വന്നിട്ടുണ്ട്. നമ്മുടെ ജോൺ വിക്ക് യൂണിവേഴ്സിൽ അടങ്ങുന്ന സീരീസാണ്. അതിൻ്റെയൊക്കെ ഒരു പ്രീക്വലായിട്ടാണ് ഇത് വന്നത്. സോ ആ ഒരു കോണ്ടിനെൻ്റലിനെ ഫോക്കസ് ചെയ്താണ് ഇതിൽ പോയത്. സോ ആൾറെഡി നമ്മൾ ജോൺ വിക്കിൽ കണ്ട ക്യാരക്ടേഴ്സിൻ്റെയൊക്കെ ഒരു യങ്ങർ വെർഷൻ നമ്മളിതിൽ കണ്ടിട്ടുണ്ടാകും. സോ ഇതും ഒരു നല്ലൊരു സീരീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഐ തിങ്ക് ഒരു 3 എപ്പിസോഡ്സ് എന്തോ ഉണ്ടായിരുന്നു, ബട്ട് കൊള്ളായിരുന്നു. സോ ലാസ്റ്റൊക്കെ ഒരു വലിയൊരു ആക്ഷൻ പാക്കേജായിട്ടാണ് പോയത്. ബട്ട് ജോൺ വിക്ക് അളവിനില്ല, പക്ഷേ കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളണം. ആ യൂണിവേഴ്സിനെ പറ്റി നിങ്ങൾക്ക് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ എന്തായാലും ഈ ഒരു കോണ്ടിനെൻ്റൽ കണ്ടേ പറ്റൂ. കൊള്ളായിരുന്നു. ഒരു എന്താ പറയുക, നല്ലൊരു സീരീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ വന്ന് മൊണാർക്ക് ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സ് എന്നൊരു സീരീസ് വന്നിട്ടുണ്ട്. നമ്മുടെ മോൺസ്റ്റർ വേഴ്സിൽ അടങ്ങുന്ന ഒരു സീരീസാണ്. സോ ഇതൊരു പ്രീക്വലായിട്ടാണ് അവർ പ്രസൻറ്റ് ചെയ്തത്. പ്രീക്വലൊന്നും പറയാൻ പറ്റില്ല, എന്താ പറയുക, ആൾമോസ്റ്റ് 2 ടൈം ലൈനായിട്ടാണ് അവർ കാണിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു സീരീസ് വന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതിൽ മോൺസ്റ്റേഴ്സിനെ വലുതായിട്ട് അവർ കാണിച്ചില്ല. അധികവും ആ ഒരു ഹ്യൂമൻസിനെ ഫോക്കസ് ചെയ്താണ് പോയത്. ഇടയ്ക്കിടയ്ക്ക് ഗോഡ്സിലൊക്കെ പറഞ്ഞായിട്ട് കാണാൻ പറ്റി. ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഒരു എപ്പിസോഡ് വന്നിട്ടുണ്ട്, ഞാൻ കണ്ടില്ല. സോ ചിലപ്പോൾ അതിലൊക്കെ മോൺസ്റ്റേഴ്സിനെ കാണിച്ചിട്ടുണ്ടാകും. ബട്ട് ഒരു നല്ല സീരീസ് ആണ്. ഓക്കെ, ക്വാളിറ്റി വെച്ച് നോക്കി ഒരു കുറവില്ല, ഗംഭീര ക്വാളിറ്റി തന്നെയാണ്. സ്റ്റോറിക്കും ക്യാരക്ടേഴ്സിനും അധികം ഫോക്കസ് അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ മോൺസ്റ്റേഴ്സിനെ കൂടെ കുറച്ചും കൂടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ കൊള്ളാമെന്നാണ് എനിക്ക് തോന്നിയത്. ബട്ട് ഉറപ്പായിട്ടും നല്ല സീരീസാണ്. മോൺസ്റ്റർ വേഴ്സ് ഫോളോ ചെയ്യുന്ന ആൾക്കാർ എന്തായാലും ഇത് കാണണം. പിന്നെ നമ്മുടെ വൺ പീസിൻ്റെ ലൈവ് ആക്ഷൻ സീരീസ് നെറ്റ്ഫ്ലിക്സിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇതും നല്ലൊരു ഗംഭീര സീരീസായിരുന്നു. സാധാരണ ഈ ഒരു അനിമയുടെ ലൈവ് ആക്ഷനൊക്കെ ഷോകാവാറാണ് പതിവ്, പക്ഷേ ഇത് വന്ന് ഗംഭീരമായിട്ടുണ്ടായിരുന്നു. സോ ക്വാളിറ്റി ആയാലും ആ VFXും CGയും എല്ലാം ഗംഭീരമായിരുന്നു. കാസ്റ്റിങ്ങും സൂപ്പറായിരുന്നു. ഓക്കെ, സോ അതുകൊണ്ട് ഈ ഒരു വൺ പീസ് ലൈവ് ആക്ഷൻ ഗംഭീരം തന്നെയായിരുന്നു. സോ ആ ഒരു വൺ പീസിൻ്റെ സ്റ്റോറി അവർ ചുരുക്കിയാണ് പറഞ്ഞത്, ബട്ട് എന്നാലും ഗംഭീരമായിട്ടുണ്ടായിരുന്നു. ആരെങ്കിലും കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ വന്ന് ദ വീൽ ഓഫ് ടൈമിൻ്റെ സീസൺ 2 വന്നിട്ടുണ്ടായിരുന്നു. ഇതും ഗംഭീരം തന്നെയായിരുന്നു. കഴിഞ്ഞ സീസൺ 1നേക്കാളും ഗംഭീരമായിട്ട് പോയെന്ന് പറയേണ്ടി വരും. ക്വാളിറ്റി ഒരു രക്ഷയില്ലായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു വലിയൊരു ഫൈനൽ ബാറ്റിലൊക്കെ വെച്ചാണ് അവർ കൊണ്ടുപോയത്. കഴിഞ്ഞ സീസണിൽ വന്ന് ഈ മെയിൻ ക്യാരക്ടേഴ്സൊക്കെ ഓരോരോ സ്ഥലത്താവാനായിട്ടാണ് കാണിച്ചത്. സോ ഈ സീസൺ 2 അവർ ഒരുമിക്കാനായിട്ടും സോ നമ്മുടെ ഡ്രാഗൺ റീബോണ്ടും കൂടെ വന്ന് സോ ലാസ്റ്റ് ഒരു ഫൈനൽ ഫൈറ്റൊക്കെ ആയിട്ടാണ് കൊണ്ടുപോയത്. കൊള്ളായിരുന്നു, ഗംഭീര സീസൺ തന്നെയായിരുന്നു. ക്വാളിറ്റി ഒന്നും ഒരു രക്ഷയില്ല. സോ കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ വന്ന് അനിമേറ്റഡ് സീരീസിലോട്ട് നമ്മൾ കിടക്കുകയാണെങ്കിൽ നമ്മുടെ കാസ്റ്റൽവേനിയ നോക്ടേൺ എന്നൊരു സീരീസ് വന്നിട്ടുണ്ട്. അതിന് ഈ ഒരു വർഷത്തെ ഒരു നല്ലൊരു അനിമേറ്റഡ് സീരീസ് ആയിരുന്നു ഇത്. സോ നമ്മളെ കഴിഞ്ഞ കാസ്റ്റൽവേനിയ സീരീസിൻ്റെ ഒരു സീക്വലായിട്ടാണ് ഇത് വന്നത്. ഈ സീരീസ് കാണണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ കാസ്റ്റൽവേനിയ കണ്ടാലേ ഇത് കാണാൻ പറ്റൂ. സോ ഇത് ഗംഭീരമായിരുന്നു. അനിമേഷൻ സൂപ്പറായിരുന്നു. ആക്ഷൻ സീക്വൻസ് ഒക്കെ ഗംഭീരമായിരുന്നു. വലിയൊരു ക്ലിഫ് ആംഗിലാണ് ഈ സീരീസ് അവസാനിച്ചത്. സോ അടുത്ത സീസണിന് വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. സോ ആരെങ്കിലും കണ്ടില്ലെങ്കിൽ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. നമ്മുടെ ചാനലിൽ തന്നെ ഒരു റിവ്യൂ ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ വന്ന് ബ്ലൂ ഐ സാമുറായി. സോ നമ്മുടെ നെറ്റ്ഫ്ലിക്സിൻ്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു അനിമേറ്റഡ് സീരീസാണ്. ഈ ഒരു വർഷത്തെ ഒരു ബെസ്റ്റ് അനിമേറ്റഡ് സീരീസിനെ പറയാൻ പറ്റും. ഗംഭീരമായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. നല്ല റേറ്റിംഗ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു സീരീസ് വന്ന് നിങ്ങളെ എന്തുകൊണ്ട് കാണുമെന്ന് വെച്ചാൽ ഇതിൻ്റെ അനിമേഷൻ സൂപ്പറാണ്, സ്റ്റോറി സൂപ്പറാണ്, ക്യാരക്ടേഴ്സ് സൂപ്പറാണ്. സോ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇത്രയും സൂപ്പറായിരിക്കും ഈ സീരീസ്. എന്തായാലും കണ്ടു നോക്കാം. ഒരു 18+ സീരീസാണ്. കുറച്ച് വയലൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് നല്ലൊരു സീരീസാണ്. ഈ വർഷത്തെ ബെസ്റ്റ് അനിമേറ്റഡ് സീരീസാണ്.
പിന്നെ നമ്മുടെ വാട്ട് ഇഫിൻ്റെ സീസൺ 2 സോ അത് എൻ്റെ ആയാലും ഇപ്പോഴും കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഡെയിലി ഓരോ എപ്പിസോഡ് വെച്ചാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഇപ്പം കണ്ടിടത്തോളം വെച്ച് എനിക്കിഷ്ടപ്പെട്ട് കൊള്ളായിരുന്നു. ഓരോ എപ്പിസോഡും വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നു. അല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഹോരിയുടെ ഒരു എപ്പിസോഡ് ഉണ്ടായിരുന്നു. ഒരു പുതിയ ക്യാരക്ടറാണ്. സോ ആ ഒരു എപ്പിസോഡ് രക്ഷയില്ലായിരുന്നു. സോ ആൾറെഡി വാട്ട് ഇഫ് സീസൺ 2 ഗംഭീരമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മുടെ അനിമി സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ വൺ പീസിൻ്റെ ആ ഒരു വാണോ ആർക്ക് എൻഡ് ആയിട്ടുണ്ടായിരുന്നു. സോ ഗംഭീരമായിരുന്നു. സോ ഞാൻ വൺ പീസ് കാണാനുള്ള മെയിൻ റീസൺ തന്നെ ലൂഫിയുടെ ഗിയർ 5 കാണാൻ വേണ്ടിയാണ്. സോ അതൊക്കെ ഗംഭീരമായിട്ട് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫൈനലായിട്ട് ലൂഫി കൈഡോ ഫൈറ്റ് പൊളിയായിരുന്നു. അതിൻ്റെയൊക്കെ അനിമേഷൻ വേറെ ലെവലായിരുന്നു. സോ ആൾറൗണ്ട് വാണോ ആർക്ക് ഗംഭീരം തന്നെയായിരുന്നു. സോ എന്തായാലും കാണേണ്ട ഒരു ആർക്ക് തന്നെ പറയാൻ പറ്റും. സോ സൂപ്പറായിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നത് നമ്മുടെ അറ്റാക്ക് ഓൺ ടൈറ്റൻ്റെ ഫൈനൽ സീസൺ ഈ ഒരു വർഷമാണ് വന്നത്. സോ ഈ ഒരു വർഷമാണ് നമ്മുടെ അറ്റാക്ക് ഓൺ ടൈറ്റൻ എൻഡ് ആയത്. ഒരു ഗംഭീര എൻഡിങ് തന്നെ പറയാൻ പറ്റൂ. സോ ഭയങ്കര ഇമോഷനായിട്ടുണ്ടായിരുന്നു. സോ ഞാൻ കണ്ടതിലും കേട്ടതിലും ഏറ്റവും ഗംഭീര കഥയാണ് ഈ അറ്റാക്ക് ഓൺ ടൈറ്റൻ സ്റ്റോറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗംഭീരമായിട്ടുണ്ടായിരുന്നു. സോ ഫൈനൽ സീസൺ ഒരു രക്ഷയില്ലായിരുന്നു. സൂപ്പറായിട്ട് കൊണ്ടുവന്നിട്ട് നമ്മുടെ ഏരൻ ഏഗൻ എന്നൊരു ക്യാരക്ടറിന് നല്ലൊരു ക്യാരക്ടർ എൻഡിങ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഫൈനൽ സീസൺ ഗംഭീരമായിരുന്നു. പിന്നെ നമ്മുടെ ഡീമൺ സ്ലേയറിൻ്റെ സോർഡ് സ്മിത്ത് വില്ലേജ് ആർക്ക് അതും ഗംഭീരമായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു. സോ ഒരുപാട് ആക്ഷൻസ് ഉണ്ടായിരുന്നു ഈ ഒരു ആർക്കിൽ. അതേപോലെ തന്നെ അനിമേഷനും ഒരു രക്ഷയില്ലായിരുന്നു. സോ ഇതിൽ വന്ന് കുറച്ച് ഡീമൺസിനെ ഫോക്കസ് ചെയ്താണ് പോയത്. അവരുമായിട്ടുള്ളൊരു ഫൈറ്റാണ് വലിയൊരു ഇമ്പോർട്ടൻസ് അവർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ ഫൈറ്റ് ഒരു രക്ഷയില്ലായിരുന്നു. കൂടെ തന്നെ ഇതിൻ്റെ അനിമേഷനും ഗംഭീര സാധനമായിരുന്നു. സൂപ്പറായിരുന്നു. ആൾറെഡി സോർഡ് സ്മിത്ത് വില്ലേജർക്ക് ഒരു രക്ഷയില്ലായിരുന്നു. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു ഡീമൺ സ്ലേയർ എൻഡ് ആവാൻ പോകുന്നതെന്നാണ് തോന്നുന്നത്. ഓക്കെ, സോ എന്തായാലും സൂപ്പറായിരുന്നു ഈ ഒരു ആർക്ക്. പിന്നെ വന്ന് നമ്മൾ ജുജുത്സു കൈസൻ്റെ സീസൺ 2. സോ ഇതും ഒരു രക്ഷയില്ലായിരുന്നു. ഞാൻ വന്ന് ഫുള്ള് കണ്ടില്ല, ഞാൻ കുറച്ചേ കണ്ടിട്ടുള്ളൂ. സോ ബാക്കി പെൻഡിങ്ങിലാണ്. സോ ഇനി കാണണം. ബട്ട് കണ്ടിടത്തോളം വെച്ച് എനിക്കിഷ്ടപ്പെട്ട് സൂപ്പറായിട്ട് പോയി. കൂടാതെ ഈ ഒരു വർഷമാണ് ഞാൻ ജുജുത്സു കൈസനെ കണ്ടു തുടങ്ങിയത്. ഓക്കെ, സോ അപ്പം എനിക്ക് ആളുകൊണ്ട് സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫസ്റ്റ് സീസൺ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഒരു മൂവി വന്നിട്ടുണ്ടായിരുന്നു, അത് ഗംഭീരമായിരുന്നു. പിന്നെ സീസൺ 2 സൂപ്പറായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഞാൻ എന്തായാലും ഞാൻ ഫുള്ള് കാണും. ഓക്കെ, അപ്പോൾ ആൾറെഡി ഫുള്ള് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് പറഞ്ഞേക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു വർഷം കണ്ട സീരീസുകളും അനിമീസും ഒക്കെ. അപ്പോൾ ഈ ഒരു വർഷത്തെ നിങ്ങളുടെ ഫേവറേറ്റ് സീരീസുകൾ ഏതൊക്കെയെന്നുള്ള കാര്യം താഴെ കമൻറ്റിലൊന്ന് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ചില ആദ്യമായിട്ടാണ് കാണിക്കുക മറക്കാതെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.